കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സീരീസ് റിലീസ് ചെയ്തു. ഒരു ഹിന്ദി സീരീസാണ്, ഒരു കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സീരീസാണ്. മൾട്ടി ലാംഗ്വേജിലാണ് വന്നിരിക്കുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷയിലും ഈ സീരീസ് അവൈലബിൾ ആണ്. അപ്പം പിന്നെ ഈ ഒരു സീരീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 8 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീരീസാണ്. കില്ലർ സൂപ്പ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. എവറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 45-50 മിനിറ്റുകൾ അടങ്ങുന്ന 8 എപ്പിസോഡുകളാണ് എവറേജ് ഡ്യൂറേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് കൊങ്കണ ശർമ്മ, മനോജ് ബാജ്പേയി, ലാല്, നാസർ, കനി കുർസുദി എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നായികയും നായകനും, നായികയാണ് ഇതിൽ സീരീസിൽ കുറച്ചുകൂടി പ്രാധാന്യമുള്ളത്. അപ്പോൾ നായികയും നായകനും പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. അപ്പോൾ അവർ പിന്നെ നായകന് വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ക്യാഷ് ഉണ്ടായാൽ പിന്നെ ബ്രദറിൻ്റെ അടുത്തുനിന്ന്, അതായത് ചേട്ടൻ്റെ അടുത്തുനിന്ന് ചേട്ടന് സോപ്പിട്ട് ഓരോ കാര്യങ്ങൾ നേടിയായിരിക്കും സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സംരംഭം തുടങ്ങാനുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ തന്നെയായിരിക്കും. ആ സമയത്ത് നമ്മുടെ നായികയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും, റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. വലിയൊരാഗ്രഹമായിരിക്കും അത്. നായികയ്ക്ക് വേറൊരു എന്താ പറയുക, ഒരു പിന്നെ അവൈധവും കൂടി ഉണ്ടാകും നായികയ്ക്ക്. അത് നായകൻ കണ്ടുപിടിക്കുന്നതും പിന്നെ അതിനുശേഷം ഒരു ക്രൈം അവിടെ നടക്കുന്നതും അതിനുശേഷം അത് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളുമാണ് ഈ ഒരു സീരീസിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ അവനവൻ കുരുക്കയച്ചെടുക്കുമ്പോൾ ഗുലുബാൽ എന്ന് പറയില്ല. അപ്പോൾ ഓരോ കുരുക്കുകൾ അയച്ചെടുക്കുന്നു, ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതനുസരിച്ച് വീണ്ടും കുരുക്ക് മുറുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് സോൾവ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സീരീസിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു റിയൽ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് എടുത്തൊരു സീരീസ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സൂപ്പറാണ്. റിയൽ ലൈഫ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കണം. ആ ഒരു രീതിയിലാണ് ഈ സീരീസിൻ്റെ കഥ പോകുന്നത്. അപ്പം ഈ ഒരു സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോറി പിന്നെ ഒരു ഇതുപോലെ ഒരുപാട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഡിഫറെൻ്റായി ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡാർക്ക് ആക്കിയിട്ട് അതും ഒരു ഡിഫറെൻ്റായി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ കൊങ്കണ ശർമ്മയും അതുപോലെ തന്നെ മനോജ് ബാജ്പേയും കിറ്റ് റോളുകൾ സൂപ്പറാക്കി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നാസറിൻ്റെ ആ ഒരു കഥാപാത്രം കുറച്ച് കോമഡിയായി തോന്നി. എനിക്ക് അത്രയും അങ്ങോട്ട് സാറ്റിസ്ഫൈ ആയില്ല. പിന്നെ അതുപോലെ തന്നെ പോലീസ് കഥാപാത്രങ്ങളായിട്ട് വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾ ചെയ്ത അത് നിങ്ങൾ സീരീസ് കണ്ടാൽ മനസ്സിലാവും. ഒരാൾ ചെയ്ത കഥാപാത്രം വളരെ രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജേണർ എന്ന് പറയുന്നത് ഒരു കോമഡി ക്രൈം ത്രില്ലർ ജേണറിലേക്ക് ആയിപ്പോയി. ആ ഒരു കോമഡി ഒഴിവാക്കി കുറച്ചുകൂടി സീരിയസ് ആയി ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവലാവുമായിരുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. എനിക്ക് അതാണ് കുറച്ചുകൂടി തോന്നുന്നത്. കോമഡി ആക്കിയത് ഒന്നുകൂടി കുറച്ചൊരു ബോറായ പോലെ തോന്നിയിരിക്കും. എന്നാലും ഈ ഒരു 8 എപ്പിസോഡിൽ ഏകദേശം 5 എപ്പിസോഡ് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പ്രഡിക്റ്റബിളായി തോന്നിയിട്ടുണ്ട്. ഈ ഒരു സീരീസുകളാണ് ഒരു നെഗറ്റീവായി തോന്നിയ കാര്യം. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളായി കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സീരീസ് തന്നെയാണ്. പിന്നെ ഈ ഒരു സീരീസ് എന്തായാലും ടൈം വേസ്റ്റ് ആവില്ല എന്നാണ് എനിക്ക് ഈ ഒരു സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്ര ഡീസൻ്റ് ആവറേജ് സീരീസ്, ഡീസൻ്റ് വാച്ച് സീരീസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലുള്ള കഥകൾ വേറെയും വന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് ഡിഫറെൻ്റായി ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 എപ്പിസോഡുകളാണ്. ഏകദേശം 6.25 മണിക്കൂർ സീരീസിൻ്റെ മൊത്തം ദൈർഘ്യം വരുന്നുണ്ട്. ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6.25 മണിക്കൂറുണ്ട്. അപ്പോൾ ഒറ്റയിരിപ്പ് തന്നെ കണ്ടു തീർക്കാവുന്നൊരു സീരീസ് കൂടിയാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് പക്ക 18+ മൂവിയാണ്, 18+ സീരീസാണ്. എന്താ വെച്ചാൽ ഒരുപാട് ഡയലോഗ് എടുക്കും, ഒരുപാട് തെറിയഭിഷേകങ്ങളുണ്ട് ഈ ഒരു സീരീസിൽ. ഒരുപാട് തെറികൾ വിളിക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് പിന്നെ സെക്സ്പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ. എന്തായാലും അവിഹിതം കാര്യങ്ങളൊക്കെ ആണല്ലോ, അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ 18 വയസ്സിന് താഴെയുള്ളവർ, അതായത് കുട്ടികൾ സീരീസ് കാണാതിരിക്കുക എന്നുള്ളതാണ്. ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഒറ്റയിരുപ്പിന് കണ്ടു തീർക്കാവുന്നൊരു സീരീസ് കൂടിയാണ്. ജനുവരി മാസം 14-ാം തീയതി ഈ സീരീസ് റിലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയാണ് കണ്ടു തീർത്തത്. അപ്പോൾ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അപ്രധാനം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.